ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഇൻസ്പയർഡ് ഡിസൈൻ ആണ്. ഈ ഒരു ഡിസൈനാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൽ നമുക്ക് 3 കളർ ത്രെഡും അതുപോലെ 2 ബീഡ്സും ആണ് വേണ്ടത്. അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുള്ളവർ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് കൂടി താഴെ കൊടുക്കാം. നിങ്ങൾ അതിലും കൂടി ഒന്ന് ഫോളോ ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇതിൽ മെയിനായിട്ട് വരുന്ന സ്റ്റിച്ച് എന്ന് പറയുന്നത് ലേസി ഡേസിയും അതുപോലെ ലോങ് ഫ്രഞ്ച് നോട്ടും ഒക്കെയാണ്. പിന്നെ ലീഫിനായിട്ട് ഫിഷ് ബോൺ സ്റ്റിച്ചുമാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഫ്ലവർ ചെയ്യാനായിട്ട് ആദ്യം ഒരു റൗണ്ട് വരച്ചിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ റിംഗ് നോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം 6 സ്റ്റാൻസിൽ ഞാൻ ഈ ഒരു ബ്ലൂ കളർ ത്രെഡ് എടുത്തിട്ട് 2 പ്രാവശ്യം നീഡിൽ ചുറ്റി ലൂസാക്കി പിടിച്ചിട്ട് ഇതുപോലെ നമ്മൾ റിംഗ് നോട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു ഫ്ലവറിൻ്റെ ഉള്ളിൽ 4 റിംഗ് നോട്ട് വരുന്ന രീതിയിലാണ് ചെയ്യുന്നത്. ഇതിൻ്റെ പുറത്താണ് നമ്മൾ ഫ്ലവേഴ്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ സെയിം കളർ ത്രെഡ് വെച്ച് തന്നെ 6 സ്റ്റാൻസിൽ തന്നെ ഇതിന് ചുറ്റിനും ലേസി ഡേസി ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ 8 പെറ്റൽസിലാണ് ഇത് ചെയ്യുന്നത്. അപ്പം നമുക്കൊന്ന് മാർക്ക് ചെയ്തിട്ട് 8 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അത് അനുസരിച്ച് ഇതുപോലെ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റ് സ്പേസിൽ ഇത് കിട്ടും. അപ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിൻ്റെ ഇടയിൽ കൂടി വേറെയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനും കൂടെ ഉള്ള ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. പിന്നെ ഈ ഒരു സെയിം ത്രെഡ് വെച്ചിട്ട് കളർ ത്രെഡ് വെച്ചിട്ട് തന്നെ നമുക്ക് ഫ്രഞ്ച് നോട്ടും അതുപോലെ ലീഫും ഒക്കെ നമുക്ക് ചെയ്യാം ഇതിന് ചുറ്റിനും. ഇതുപോലത്തെ തന്നെ പല കളർ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഭാഗം ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം നെക്കിൻ്റെ ഒരു സൈഡിലായിട്ടാണ് ഈ ഡിസൈൻ വരുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഫ്ലവേഴ്സ് ഫുള്ളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പല കളറിലാണ് ഇത് ചെയ്തു പോയേക്കുന്നത്.
നമുക്ക് ഈ സെൻറ്ററിലായിട്ട് ഈ ഫ്ലവറിൻ്റെ എല്ലാം ഇടയിൽ കൂടി ഇതുപോലെ 6 സ്റ്റാൻഡ്സിൽ തന്നെ ഞാൻ വേറൊരു പിങ്ക് കളർ എടുത്തിട്ട് ചെയ്യുന്നുണ്ട്, ലോങ് ഫ്രഞ്ച് നോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോൾ ചെയ്യുമ്പോഴും എടുത്ത കളർ സെയിം തന്നെ എടുക്കാതെ വേറൊരു കളർ എടുത്തിട്ട് വേണം ഇതുപോലെ ചെയ്യാൻ. ഇപ്പോൾ യെല്ലോയോ എടുക്കുന്നെങ്കിൽ അതിന് ബ്ലൂവോ അല്ലെങ്കിൽ പിങ്കോ ചെയ്യാം. അപ്പോൾ അങ്ങനെ എന്നാലേ നമുക്ക് ആ ഒരു ഫ്ലവർ ഒന്ന് എടുത്ത് നിൽക്കുകയുള്ളൂ. സെയിം കളർ ആകുമ്പോൾ നമ്മൾ ആ ഇടയിൽ കൂടി വയ്ക്കുന്ന ഒരു ലോങ് ഫ്രഞ്ച് നോട്ട് അധികം കാണത്തില്ല. അപ്പോൾ ഇങ്ങനത്തെ വേറെ കളർ വെച്ച് ചെയ്യുമ്പോൾ ആയിരിക്കും നമുക്കൊന്ന് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു സ്റ്റിച്ച്. പിന്നെ അതിലിതാ ഇങ്ങനെ ഒരു ഡിസൈൻ കണ്ടായിരുന്നു. ഇത് ലീഫായിട്ടല്ല, അല്ലാതെ ഒരു ലോങ് ഫ്രഞ്ച് നോട്ട് വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒരു ഡിസൈൻ പല കളറിലും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം യെല്ലോയിലും അതുപോലെ ബ്ലൂയിലും ഒക്കെ ഇങ്ങനെ ഒരു ഡിസൈൻ കണ്ടായിരുന്നു. ഇനി ഇതിൻ്റെ അതിനോട് ചേർന്ന് തന്നെ ഫ്രഞ്ച് നോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ മാറ്റി മാറ്റിയാണ് ചെയ്യുന്നത്, പല കളറിൽ, യെല്ലോ വെച്ചിട്ടും പിങ്ക് വെച്ചിട്ടും ബ്ലൂ വെച്ചിട്ടും. അപ്പോൾ അടുത്തത് ഞാനിപ്പം യെല്ലോ വെച്ചിട്ടാണ് ഈ ഒരു ലേസി ഡേസി ഫ്ലവേഴ്സ് ചെയ്യുന്നത്. അപ്പം ഉള്ളിൽ ഒന്നെങ്കിൽ ബ്ലൂവോ അല്ലെങ്കിൽ പിങ്കോ വെച്ചിട്ട് ലോങ് ഫ്രഞ്ച് നോട്ട് ചെയ്യണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതും 6 സ്റ്റാൻഡ്സ് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് പല കളറിൽ ഫ്ലവേഴ്സ് ചെയ്തെടുക്കണം. അതുപോലെ ഫ്രഞ്ച് നോട്ടും, ഇടയിൽ കൂടി ഫ്രഞ്ച് നോട്ടും, അതുപോലെ ഈ ഒരു ലീഫും, അതുപോലെ നമ്മൾ നേരത്തെ ചെയ്ത ലോങ് ഫ്രഞ്ച് നോട്ട് വെച്ചിട്ടുള്ള ആ ഒരു സംഭവം കൂടെ മാറ്റി മാറ്റി ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഇതുപോലെ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ട്, യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്